ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്, ഒരു തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ. മുട്ടയും പിന്നെ ഗ്രീക്ക് യോഗേർട്ടും ആണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹങ് യോഗേർട്ട് എടുക്കാം. അതായത് നമ്മൾ അധികം പുളിയില്ലാത്ത തൈരൊന്ന് തുണിയിലൊക്കെ ഒന്ന് കെട്ടിവെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്ന ഹങ് യോഗേർട്ട് ഉണ്ടല്ലോ, അത്. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കെയിൻ പെപ്പർ പൗഡർ അല്ലെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയോ പാഴ്സലിയോ ദില്ലോ ഇതിലേതെങ്കിലും ഒന്ന് പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് നമ്മളിവിടെ ടോസ്റ്റഡ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ചില്ലി സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നോട്ടെ, നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക പൗഡർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം നന്നായി പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ റെഡ് സോസ്, ചില്ലി സോസ് റെഡിയായി. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ അധികം ചൂടാവുന്നതിന് മുന്നേ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സലിയോ ദില്ലോ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മല്ലിയിലയോ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഹാലപ്പീനോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ ഹാലപ്പീനോ സോസ് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാം കേട്ടോ. അധികം ചൂടാവുമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഗ്രീൻ സോസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പോച്ച്ഡ് എഗ്ഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം വെള്ളം കേട്ടോ. ഒരു ചെറിയ ചുഴി പോലെ വരുന്ന രീതി. അതിനുശേഷം നമ്മൾ പൊട്ടിച്ച് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കലങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. 2-3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുട്ട ഇതുപോലെ ഇങ്ങോട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് തയ്യാറായി. ഇതിൻ്റെ അകം ഒന്നും കുക്കാവണ്ട കേട്ടോ, ഔട്ട് സൈഡ് മാത്രം കുക്കായാൽ മതി. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി ബട്ടർ ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഴ്സലി മിക്സ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് പോച്ച്ഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിന് എടുത്തിരിക്കുന്നത് ടോസ്റ്റഡ് ബ്രെഡാണ്. അതിന് പകരം നമുക്ക് പീത്ത ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തി തന്നെയോ ഉപയോഗിക്കാവുന്നതാണ്. മുട്ടയും തൈരും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആണ് നമ്മളിത് കഴിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. കൂടുതൽ ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഒഴിവാക്കി നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഒലിവ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അധികം ചൂടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ട്രൈ ചെയ്ത് നോക്കണേ.